ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് വരുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയായിട്ടിരുന്ന് ദൈവത്തിന്റെ വചനം പഠിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ദൈവമേ, ദൈവം എന്താണോ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം പറയുവാനും, ദൈവമേ കീഴെ മറഞ്ഞിരുന്ന് ദൈവമേ ക്രൂശിനെ മാത്രം ഉയർത്തി ഈ സംസാരിക്കുന്ന എളിയ ദാസനോട് ദൈവം കരുണ കാണിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ദൈവം എല്ലാവരോടും സംസാരിക്കുവാനും ഈ സംസാരിക്കുന്ന അടിയനോടും അത് സംസാരിക്കുവാനും ദൈവം സഹായിക്കണമേ. ഇതുമൂലം ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. ബലഹീനതയും എല്ലാ കുറവുകളും എല്ലാം പരിഹരിച്ച് ദൈവം അടിയന്റെ കൂടെ തന്നെ ഇരിക്കണമേ. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ആദ്യം ഒരു വാക്യം വായിച്ചു തുടങ്ങാം. പ്രോവേർബ്സ് 17:22, 17:22. സദൃശവാക്യങ്ങൾ 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. നമ്മള് പലപ്പോഴും കേൾക്കുന്നതായിട്ടുള്ള വാക്യമാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. മെഡിസിൻ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇന്നത്തെ കാലത്ത് വളരെ സുപരിചിതമായ വാക്കാണ് മെഡിസിൻ എന്നുള്ളത്. അപ്പം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളൊരു സെയിങ് ഉള്ള കാലമാണ്. ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ള പഴമൊഴി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ ടെക്നോളജിക്കലായ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഡ്രൈവർലെസ് കാർ ഇറങ്ങി ഇപ്പം വളരെ US-ലൊക്കെ ഭയങ്കര പ്രൊമിനന്റ് ആവുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലും വരും. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അങ്ങനെയുള്ള പല പല ആധുനികമായിട്ടുള്ള നമ്മളിങ്ങനെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പുരോഗതി നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കുമ്പോൾ പാവങ്ങൾ എന്നുള്ള കാറ്റഗറി തന്നെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനനുസരിച്ച് എക്കണോമിക്കലായിട്ടുള്ള ഉന്നതിയും ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഡിജിറ്റൽ നെറ്റ്വർക്കിങ്ങും അങ്ങനെയുള്ള കാലം കൂടുകയാണ്. അതിന് പറയുന്ന കാരണം മനുഷ്യന്റെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ദൂരത്തായിരിക്കുന്ന ഒരു ഡിസ്റ്റൻസിലുള്ളവരും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കും ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഈ ഭൂമിയിലോട്ട് നോക്കുമ്പോൾ എത്ര സിസ്റ്റങ്ങൾ, എത്ര ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടോ അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ഇതെല്ലാം വന്ന് നിൽക്കുന്നത് മനുഷ്യന്റെ ഏകാന്തതയാണ്. ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാലും വാർത്തകൾ കേട്ടാലും എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഏകാന്തത മുതൽ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അടുത്തിടെ ഉണ്ടായിരുന്ന സൂയിസൈഡ്സുകള്, അതുപോലെ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം, ഇതെല്ലാം മനുഷ്യന് കിട്ടുന്ന മറ്റേയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇന്നത്തെ നമുക്ക് വളരെ നമ്മൾ പത്രവാർത്തകളിലോട്ട് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അഡിക്ഷൻസിന്റെ മെയിൻ കാരണം പറയുന്നത് മനസ്സിലുള്ള സന്തോഷം ഇല്ലായ്മയാണ് മെയിൻ കാരണമായിട്ട് പറയുന്നത്. അവരൊരു ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പോലും മനസ്സിനുള്ള സന്തോഷം ഇല്ലാതാവുക. ഒരു ഫിലോസഫർ ഉണ്ട്, വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ഫിലോസഫർ ഉണ്ട്. നമ്മൾ മനുഷ്യർ പ്ലഷറിനെ നോക്കുന്നതല്ല, ജീവിതത്തിലെ മീനിങ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. നമുക്കുള്ള കാര്യങ്ങളും നമുക്കുള്ളതുമായിട്ട് നമ്മൾ എങ്ങനെ മീനിങ് ഉണ്ടാക്കും എന്ന് നോക്കുന്നതാണ്. പക്ഷെ മീനിങ് ഉണ്ടാക്കാൻ പറ്റാത്തപ്പോഴും മാത്രമല്ല സന്തോഷത്തിന്റെ കുറവും, നമ്മൾ നേരത്തെ വായിച്ച പോലെ ജോയ്ഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ അതില്ലാതെ വരുമ്പോഴും മറ്റ് ഓൾട്ടർനേറ്റീവ്സിനെതിരെ പോകും. മാത്രമല്ല അത് അഡിക്ഷനായിട്ട് മാറാം, ഡിപ്രഷനായിട്ട് മാറാം, പിന്നെ സൂയിസൈഡിലോട്ട് അവസാനിക്കുന്ന അവസ്ഥ എല്ലാം വരാം. സദൃശവാക്യങ്ങൾ പറയുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ടി പറയുന്നുണ്ട്, ബട്ട് എ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അസ്ഥികള് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥികളാണ് നമുക്ക് നടക്കാനും ഇരിക്കാനും അതുപോലെ തന്നെ എല്ലാ മൂവ്മെന്റും തരുന്നത്. ഈ സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സംഭവിക്കുന്നത് നമുക്ക് ഒട്ടും സന്തോഷമില്ലാത്ത ഒട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്ന അവസ്ഥയാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സന്തോഷം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്കായിരിക്കണം എന്നുള്ളത് അത് ഏതു മനുഷ്യനും, അത് വിശ്വാസികളെ മാത്രമല്ല അവിശ്വാസികൾക്കും എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്ക് സന്തോഷമുള്ള ഒരു ഹൃദയം വേണമെന്ന്.
വിശ്വാസികളെ സംബന്ധിച്ചോളം ദൈവം നമുക്ക് പ്രത്യേകമായിട്ടുള്ള നമ്മളെ അവിശ്വാസികളെക്കാളും നമ്മളെ പ്രത്യേകമായി വിളിച്ച് നമുക്ക് സന്തോഷമുള്ളൊരു ഹൃദയം ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്കൊന്ന് സന്തോഷത്തെ ഈ മലയാളത്തിൽ ഉള്ള വാക്കിനേക്കാളും കുറച്ചുകൂടെ ഇംഗ്ലീഷിലെ വാക്കുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഹാപ്പിനെസ്സും ജോയ്, ആ രണ്ട് വാക്കും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ്. എന്ത് സംഭവിക്കുന്നോ അതിനെ ബേസ് ചെയ്താണ് ഹാപ്പിനെസ് സംഭവിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സായി അല്ലെങ്കിൽ വിജയം കിട്ടി, അപ്പം നമുക്കൊരു സന്തോഷം കിട്ടും. ആ സന്തോഷം കിട്ടുമ്പം നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് കിട്ടുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആ സന്തോഷം കാണും. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ ഒരിക്കലും ആ സന്തോഷത്തെ പിന്നെയും ഓർക്കുന്നില്ല. ആ സന്തോഷത്തെ കുറിച്ച് കിട്ടും. പിന്നെ ഓരോ ദിവസം കഴിയുമ്പം ഫെയ്ഡ് ചെയ്ത് കുറഞ്ഞ് ആ സന്തോഷം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു പരീക്ഷയിൽ തോൽവി സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പോൾ അതേപോലെ തന്നെ സന്തോഷത്തിന് പകരം നമുക്കുണ്ടാവുന്നത് ദുഃഖമായിരിക്കും. സന്തോഷത്തിന്റെ ആബ്സെൻസ് ആണല്ലോ, സന്തോഷമില്ലായ്മയാണല്ലോ നമുക്ക് ദുഃഖം ഉണ്ടാവും. അങ്ങനെ ദുഃഖം ഉണ്ടാവാം. അപ്പം ദുഃഖം ഉണ്ടായും ദുഃഖവും അതുപോലെ തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് ഫെയ്ഡായി പോകും. അപ്പം ഈ ഹാപ്പിനെസ് എന്നുള്ള പ്രത്യേകത സംഭവിക്കുന്നത് നമുക്കുണ്ടാവുന്ന നമ്മുടെ സറൗണ്ടിങ്ങിൽ, നമ്മളായിരിക്കുന്ന ഈ എൻവിറോൺമെന്റിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലെ ആക്ടിവിറ്റി ട്രാൻസാക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. പക്ഷേ ജോയ്, നമ്മൾ മലയാളത്തിൽ സന്തോഷം എന്ന് തന്നെ പറയാം, ജോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീപ്പറായ കാര്യമാണ്. അത് കുറച്ചും കൂടെ ചുറ്റുമുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന അവസ്ഥകൾ, നമുക്കുണ്ടാവുന്ന സിറ്റുവേഷൻസിൽ നിന്നോ നമുക്കുണ്ടാവുന്ന ലൈഫിൽ ഉണ്ടാവുന്ന ഇവന്റ്സിനോ അതൊന്നും ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ജോയ് ഉണ്ടാവുന്നത്. ഇവിടെ ഞാൻ പറയാനായിരിക്കുന്നത് ജോയ്ഫുൾ ഹാർട്ടാണ്, ഹാപ്പി ഹാർട്ട് എന്നല്ല ദൈവവചനത്തിൽ പറയുന്നത്. ദൈവവചനം ഒരിക്കലും ഹാപ്പിനെസ് പ്രോമിസ് ചെയ്യാമെന്നല്ല. അതിൽ നിന്ന് വലിയൊരു സത്യം പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ഇവന്റ്സ് എല്ലാം സുഖകരമായിരിക്കണം എന്നില്ല. ഈ ലൈഫിൽ നമുക്ക് പലതരം അവസ്ഥയിൽ കൂടെ പോകാം. ഇതൊന്നും നമുക്ക് ദൈവം ഒരിക്കലും നമ്മളോട് പറയുന്നില്ല നമ്മൾ നല്ല രോഗത്തിൽ കൂടെ പോകില്ല, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രശ്നം വരില്ല, അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പാട് വരില്ല, അപകടമില്ല, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം ഒന്ന് പറയുന്നുണ്ട്, ജോയ്ഫുൾ ഹാർട്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അതിനായിട്ട് നിങ്ങൾ പണ്ട് നമ്മൾ കേട്ട പോലെ ലവും ലൈക്കും പോലാണ്. ലവ് ലൈക്ക് എന്നുള്ള ഡിഫറൻസിയേഷൻ. ലവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷനാണ്, നമുക്ക് എടുക്കുന്ന തീരുമാനമാണ്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അതിപ്പം നമ്മൾ വിവാഹ ജീവിതത്തിലാണേലും അങ്ങനെ എല്ലാ ജീവിതത്തിലും നമ്മൾ സ്നേഹിക്കാൻ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ തിരിച്ചെന്ത് വരുന്നു എന്ന് ബേസ് ചെയ്തിട്ടല്ല. നമുക്ക് അതിന് ഏറ്റവും എക്സാമ്പിൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അഗപ്പെ ലവ് എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ സ്നേഹം അതൊരിക്കലും മനുഷ്യന്റെ മെറിറ്റ് ബേസ് ചെയ്തോ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തിയോ ബേസ് ചെയ്തതല്ല. ലവും ലൈക്കും. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പം നമുക്ക് ബിരിയാണി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആഹാരം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്കൊരു കളർ ഇഷ്ടമാണ്. അത് എന്ന് വേണേൽ മാറുകയും ചെയ്യാം. ഇന്ന് എനിക്ക് ചുമന്ന കളർ ഇഷ്ടമാണെങ്കിൽ നാളെ ചിലപ്പോൾ ചുമപ്പ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അത് മാറുന്നു. അതുപോലെയാണ് ഈ ലവും ലൈക്കും പോലെയാണ് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ജോയ്. ഹാപ്പിനെസ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ്, നമ്മൾ ജോയ്ഫുൾ ആവാന്നുള്ള ആ ഡിസിഷനാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫില് ജോയ് വേണം എന്നുള്ള. പക്ഷെ ഈ ജോയ് നമുക്ക് ചുമ്മാ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ഇപ്പം ഇന്നത്തെ മെഡിറ്റേഷൻ ഗുരുക്കളൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിനെ ശൂന്യതയാക്കി കഴിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. പക്ഷെ അത് കൂടുതൽ നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയാം, നമ്മുടെ എംപ്റ്റി ഹാർട്ട് ആവുമ്പം അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. നമുക്കത് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ജോയ് എന്തിനേലും ബേസ്ഡ് ആയിരിക്കണം. ഈ നമ്മുടെ ജോയ് ചുമ്മാ ഒരു നത്തിങ്നെസ് ബേസ് ചെയ്ത് നമുക്കൊരിക്കലും, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ വെച്ചിട്ട് നമ്മുടെ ജോയ് ഒരിക്കലും നിലനിൽക്കില്ല. അതാണ് ഇന്നത്തെ മോഡേൺ സിസ്റ്റങ്ങളെല്ലാം പറയുന്നത്. മോഡേൺ ആയിട്ടുള്ള യോഗ പ്രാക്ടീസോ മെഡിറ്റേഷൻ പ്രാക്ടീസോ എല്ലാത്തിലും പറയുന്നത് അങ്ങനെയുള്ള എംപ്റ്റിനെസ് ആണ്. പക്ഷെ ദൈവവചന പ്രകാരം അതൊരിക്കലും മനുഷ്യനെ ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. മനുഷ്യനെ ചെയ്യുന്നത് എന്തെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള ഹെൽപ്പാണ്. അപ്പം നമുക്ക് ആദ്യം ചിന്തിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്തിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്യുന്നതാണ്? അപ്പം പലർക്ക് പല ഒപ്പീനിയൻ കാണാം. ഞാൻ പറയുന്ന മറ്റ് പലരുടെ ഒപ്പീനിയൻ. ചിലർ പറയും
കുടുംബത്തിൽ നിന്നാണ്, ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്നാണ് എനിക്ക് ജോയ് ഞാൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് സന്തോഷം ചെയ്യുന്നത്. ഇന്ന വേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മീനിങ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പിലെ ബേസ് ചെയ്താണ്. അതാണ് എൻ്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ ബാക്കിയെല്ലാം മീനിങ് ലൈഫിൽ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഇന്നത്തെ ലോകത്തിലെ അവസ്ഥ കാണുമ്പോൾ അറിയാം, കുടുംബജീവിതത്തിൽ നിന്ന് കൂടുതലായിട്ട് കുടുംബജീവിതത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് നിരാശയെ വരുന്നുള്ളൂ. പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും മാത്രമല്ല, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വരില്ല. അത് കാരണം ഒരു കുടുംബജീവിതത്തിൽ നിന്ന് ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം മാത്രമാണ് നമ്മുടെ ജോയിയുടെ അൾട്ടിമേറ്റ് കാര്യമായിട്ട് എടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് നമുക്കറിയാം, ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ഘട്ടത്തിൽ പോകുമ്പോഴും സീനിയോറിറ്റി കൂടുന്തോറും പറഞ്ഞ സാറിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം, സീനിയോറിറ്റി കൂടുന്തോറും പ്രശ്നങ്ങൾ വരികയുള്ളൂ. അതുപോലെ തന്നെ താഴത്തെ ലെവലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി എത്ര വരുന്നോ അത്രയും കൂടുതൽ നമ്മൾ പ്രഷറേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ സന്തോഷം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല അതിൽ ഇപ്പം പലരും ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്തിടെ എറണാകുളത്തൊരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തായിരുന്നു, പലരും വായിച്ചു കാണും. ഒരു കാർഡിയോളജിസ്റ്റ്, പുള്ളിയാണെന്നൊന്നും എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്തിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ആണോ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റ് ആണോ എന്ന് അറിഞ്ഞിടാം. അപ്പം പുള്ളിക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു കൈ വിറയൽ വന്നു. 70 വയസ്സോ സംതിങ്, കുറച്ച് വയസ്സ് കൂടിയ മനുഷ്യനാണ്. അപ്പം വയസ്സ് കൂടി വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ സന്തോഷവും ലൈഫിൽ മീനിങ് എല്ലാം ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരുന്നത് തന്റെ ജോലിയിലായിരുന്നു. പക്ഷെ അതൊരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് മനസ്സിലായി, പുള്ളിയുടെ കയ്യിൽ വിറയൽ വന്നപ്പോൾ ഇനി മുതൽ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പുള്ളിക്ക് ധനപരമായ പ്രശ്നങ്ങളില്ല, മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം പുള്ളിയുടെ എല്ലാം നോക്കിയത് പുള്ളി ജോലിയിൽ നിന്നാണ്. പക്ഷെ അതൊന്നും പുള്ളിക്ക് അവസാനം അതിൽ നിന്ന് ജോലി കിട്ടാതായി, മാത്രമല്ല മീനിങ് ഉണ്ടാക്കാൻ പറ്റാതായി പുള്ളി ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് ജോലിയിൽ നിന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ പഠനം, നമുക്ക് പഠിച്ചുകൊണ്ട് എന്താ പറയുക, നോളജ് സംഭരിച്ച് എത്രയൊക്കെ നോളജ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നോളജ് ഉണ്ടാക്കി നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റുമെന്നുള്ള നോക്കാൻ പറ്റും. പക്ഷേ ഈ നോളജിന്റെ പ്രത്യേകത എന്ന് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത് അത് എത്രത്തോളം പഠിക്കുന്നോ അത് ഇനിയും എത്രയോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതുപോലെയാണ് മനുഷ്യന്റെ ആഴത്തിലുള്ള ചിന്തകൾ. അപ്പൊ അവര് ഷെയർ ചെയ്യുന്ന ചിന്തകൾ ഓരോ നോക്കുമ്പോൾ അതിനത്രയും ചിന്തകളുണ്ട് മനുഷ്യന്. അപ്പം ഒരിക്കലും നമ്മുടെ പഠനത്തിന്റെ ഇതിൽ നിന്നോ നമ്മുടെ അറിവിന്റെ ഇതിൽ നിന്നോ നമുക്ക് ജോയ് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ആക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആരോഗ്യം പറയാം. ഈ ആരോഗ്യത്തിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞല്ല, ഡോക്ടറിന്റെ അതുപോലെ തന്നെ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എന്ത് അസുഖം വരുമെന്നോ, നാളെ എന്ത് അസുഖം വരുന്നോ, ഇന്ന് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നോ, ഇതൊന്നും നമ്മൾ അറിയുന്നവരല്ല. നമ്മൾ വളരെ ഇഗ്നറന്റ് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് തുടങ്ങി, സിംറ്റംസ് പ്രകടിപ്പിച്ച് തുടങ്ങി കാണില്ല. അപ്പൊ അങ്ങനെയുള്ള അതിലൊന്നും നമുക്ക് ജോയ് ഒരിക്കലും ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷെ ഇതെല്ലാം ഇപ്പം ഫാമിലി റിലേഷൻഷിപ്പ് ആണേലും, ജോലിയാണേലും, അതുപോലെ പഠനമാണേലും, നോളജ് ആണേലും, അതുപോലെ ആരോഗ്യമാണേലും, ഇതെല്ലാം നല്ല കാര്യമാണ്. ഇതൊന്നും മോശം കാര്യമൊന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജോയ്, നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് എങ്കിൽ അത് ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല, അത് നിലനിൽക്കുന്നതല്ല. അത് എന്നും പ്രശ്നം വരാം. നമ്മൾ ഇന്നത്തെ ലോകത്ത് എപ്പോഴും കേൾക്കുന്നതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. അത് നിലനിൽക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഒരു കാര്യത്തിലും ഇന്നത്തെ കാലത്ത് വിലയില്ല എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും സസ്റ്റൈനബിലിറ്റി നോക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ലോകം. അപ്പം ജോയിയുടെ കാര്യത്തിൽ അത് സസ്റ്റെയിൻ ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പോ ജോലിയിൽ നിന്നോ ഫ്രണ്ട്ഷിപ്പ് വരാം, നോളജിൽ നിന്ന് വരുമോ, അത് നോളജോ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ നിന്നോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് എടുക്കുന്നവരുണ്ട് ഈ ലോകത്ത്, മനുഷ്യർ അത് എടുക്കുന്നവരുണ്ട്. എടുക്കുന്നവർക്കുള്ള പറ്റുന്ന പ്രശ്നമാണ് അവർ ഏതേലും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ ലൈഫിന് മൊത്തം മീനിങ്ലെസ് ആവും, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പം നമുക്കത് പലരുടെയും ജീവിതത്തിൽ കാണാം. എന്താണ് നമ്മുടെ തിരുവചനത്തിൽ പറയുന്നത് കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനായിട്ട് നെഹമ്യ 8:2 മുതൽ 10 വരെ വായിക്കാം. 7-ാം മാസം 1-ാം തീയതി
എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ടു ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്ക ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവേശത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലത്തുഭാഗത്ത് മത്തിത്യാവ്, ഷേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസേയാവ് എന്നിവരും ഇടത്തുഭാഗത്ത് പെദായാവ്, മീഷായേൽ, മൽക്കിയാവ്, ഹാഷും, അഷ്ബദ്ദാന, സെഖരിയാവ്, മെഷുല്ലാം എന്നിവരും നിന്നു. എസ്രാ സകല ജനവും കാണെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശേരബ്യാവ്, യാമി, അക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസേയാവ്, കെലീത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെരായാവ് എന്നിവരും ലേവ്യരും ജനത്തിനു ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്നു മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ചു തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുവിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. നമുക്ക് ഇത് രണ്ടു തൊട്ട് വായിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാവും. ഇസ്രായേൽ മക്കള് പ്രവാസത്തിൽ പോയി അവര് തിരിച്ചു വന്നപ്പം എസ്രാ പുരോഹിതൻ ന്യായപ്രമാണത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയം അത്രയും നാള് ദൈവവചനം കേൾക്കാതിരുന്ന അവർ വളരെ ഇമോഷണലി കരച്ചിലായി, സങ്കടമായി എല്ലാം ആവുമ്പോൾ ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ലേവ്യരും ജനത്തോട് പറയുന്ന കാര്യമാണ്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഈ ലോകത്തിലെ ഫാമിലി റിലേഷൻഷിപ്പ് അല്ല, അതുപോലെ തന്നെ നമ്മുടെ പഠനം, നോളജ്, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന മറ്റ് നമ്മുടെ ലൈഫിലുള്ള പൊസൻഷൻസോ അതുപോലെ ആരോഗ്യമോ ഇതൊന്നും അല്ല ദൈവവചനം ആഗ്രഹിക്കുന്ന ജോയ് അല്ലെങ്കിൽ സന്തോഷം. അത് ദൈവത്തിങ്കിലുള്ള സന്തോഷമാണ്, ജോയ് ഓഫ് ദ ലോർഡ്. നമുക്ക് ഈ ജോയ് ഓഫ് ദ ലോർഡിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില വാക്യങ്ങൾ വായിക്കാം. അതിന് സങ്കീർത്തനം 4:7. സങ്കീർത്തനം 4:7. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് പറയുന്നത്, പണ്ടത്തെ കാലത്ത് ധാന്യവും വീഞ്ഞുമാണ് അന്നത്തെ വെൽത്ത്. ഒരു പ്രോമിനന്റ് ആയിട്ട് ഒരു ഫാമിലിയിലെ അന്നത്തെ പണ്ടത്തെ കാലത്തുള്ളത്. ധാന്യവും വീഞ്ഞും എത്രയോ ഉണ്ടോ അതാണ് അവരുടെ റിച്ച്നെസ് കാണിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് സങ്കീർത്തനാരും പറയുന്ന പോലെ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സന്തോഷം ആണ് ശരിക്കുമുള്ള ജോയ് ഓഫ് ദ ലോർഡ്. അത് നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹമല്ല, മെറ്റീരിയൽസ് നമുക്ക് ഉള്ളപ്പോൾ ഉണ്ടാവുന്ന സന്തോഷമല്ല ദൈവം പറയുന്ന ജോയ് ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ദൈവത്തിങ്കിലെ സന്തോഷം. അപ്പം നമുക്കറിയാം, ലോകത്ത് ജീവിക്കുമ്പോൾ പലരും വസ്തുക്കൾ ആശ്രയിക്കുന്നുണ്ട്. നമുക്കുണ്ടായിരിക്കുന്ന പൊസഷനിൽ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, കുതിരയിൽ ആശ്രയിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധത്തിന് പോകുമ്പം എത്ര കുതിരയുണ്ട്, അന്നത്തെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിക് ആയിട്ട് എത്ര കുതിരയുണ്ട് അല്ലെങ്കിൽ എത്ര വെപ്പൺസ് ഉണ്ട്, അത് ബേസ് ചെയ്താണ് അവർ എത്ര പവർഫുൾ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആശ്രയത്തെ കുറിച്ച് പറഞ്ഞാണ്. അതുപോലെ തന്നെ ജോയ്, നമ്മൾ സന്തോഷിക്കുന്നത് എന്തിലാണ്? സന്തോഷിക്കുന്നത് നമുക്കുണ്ടാവുന്ന പൊസഷനാണോ, നമുക്കുണ്ടാവുന്ന വിലയാണോ, സമൂഹത്തിലുള്ള വിലയാണോ, എന്തും ആയിക്കോട്ടെ, എന്തും ചേർക്കാൻ ദൈവത്തെ ഒഴിച്ച് എന്ത് ചേർക്കുന്നോ അതുമായിട്ടൊരു ബന്ധവും വരുന്നില്ല നമുക്കുണ്ടാവുന്ന സന്തോഷം.
നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 127:2 വായിക്കാം. സങ്കീർത്തനം 127:2, സാംസ് 127:2. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഈ വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ പ്രിയന് അവൻ അത് ഉറക്കത്തിൽ നൽകും. ഇതിൻ്റെ അകത്ത് രണ്ട് രീതി പറയുന്നുണ്ട്. ഉറക്കം നൽകുമെന്നും പറയുന്നുണ്ട്. ഉറക്കത്തിൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, അവൻ അധ്വാനം കൊണ്ട് എന്താ നേടാൻ ശ്രമിക്കുന്നത് അത് നൽകുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അധ്വാന ഫലമോ നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ടോ ഒന്നും അല്ല നമുക്ക് തരുന്നത്. അത് ദൈവത്തിന്റെ രീതിയിൽ നമുക്ക് സന്തോഷമാണെങ്കിലും അത് തരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുണ്ടാവുന്ന പൊസഷനിലോ, നമുക്കുണ്ടാവുന്ന ഹെൽത്തിലോ, നമുക്കുണ്ടാവുന്ന നമ്മൾ ഓൺ ചെയ്യുന്ന എന്തിലോ ബേസ് ചെയ്തിട്ടല്ല. നമുക്കുണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരുന്ന ഒരു ഓർഡിനറി ആയിട്ടുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നാച്ചുറലിസം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭൂമി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ബേസ് ചെയ്താണ് മെറ്റീരിയലിസ്റ്റിക് എല്ലാ ഫിലോസഫി ഇരിക്കുന്നത്. പക്ഷെ അതല്ല ദൈവവചനം പറയുന്നത്. അത് ദൈവം തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു സാധനമാണ് സന്തോഷം എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 16:11, സാംസ് 16:11. അതിൻ്റെ അകത്ത് പറയുന്നത്, ഇൻ യുവർ പ്രസൻസ് ദർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. അതിന്റെ നടുക്കത്തെ അതാണ് ഉദ്ദേശിക്കുന്നത്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇന്ന് ലോകത്തെ ഏത് സന്തോഷമാണേലും ഷോർട്ട് ടൈമാണ്. മാത്രമല്ല ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഇത് പെട്ടെന്ന് നമ്മളെ തന്നെ സംതൃപ്തി എടുക്കാൻ നോക്കും. മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ പോവും. ഇന്നത്തെ കാലത്ത് ഡോപ്പമിൻ ഹൈക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്പൊ തന്നെ അതിന്റെ പ്ലഷർ കിട്ടും. അതേപോലെ തന്നെ റൈസ് ഉണ്ടോ ഒരു ഫോളും ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത്, ഒത്തിരി നമ്മള് പ്ലഷറിനോട്ട് എക്സ്പോസ് ചെയ്യുക, അതിന്റെ ഇന്റൻസിറ്റി ഏറ്റവും കൂടി കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഫോൾ ഉണ്ടാവും. റൈസ് ഉണ്ടാവുന്ന അത്രയും തന്നെ ഫോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ പരീക്ഷിച്ചാൽ, അങ്ങനെ പരീക്ഷിക്കുന്നവരാണ് പെട്ടെന്ന് അഡിക്ഷൻസിൽ പോകുന്നത്. എക്സാമ്പിൾ ഡ്രഗ് അഡിക്ഷനൊക്കെ. അവരുടെ എക്സ്റ്റസി അല്ലെങ്കിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ പ്ലഷർ മാക്സിമം ആക്കാൻ നോക്കും. അത് കഴിഞ്ഞ് ആ ഫോള് വരുന്ന സമയത്താണ് അവർ പിന്നെയും അതിൽ പുറകെ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത്, അങ്ങനെ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ആയിട്ടുള്ള സന്തോഷമല്ല ദൈവവചനം പറയുന്നത്. മാത്രമല്ല ഇങ്ങനെ നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന പ്ലഷേഴ്സ് എന്തുമാട്ടെ, അത് ഇപ്പം എല്ലാ പ്ലഷേഴ്സും തെറ്റെന്നുള്ള രീതിയിൽ പറയുന്നത്. ചില പ്ലഷേഴ്സ് ഇപ്പം ദൈവവചന പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന പ്ലഷേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ആവരുത് നമ്മുടെ സന്തോഷത്തിന്റെ ബേസിസ്. നമ്മുടെ സന്തോഷം അതിനെ ബേസ് ചെയ്താണ് പോകുന്നതെങ്കിൽ അതിൽ ദൈവവചനം പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമായിരിക്കില്ല. ഫുൾനെസ്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം റിട്ടയർ ചെയ്ത പലരുണ്ട് ഇവിടെ. അവരെല്ലാം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ജോലിയിൽ ചെയ്ത ആ സാറ്റിസ്ഫാക്ഷനിലാണ് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അവരുടെ ആ സാറ്റിസ്ഫാക്ഷനാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ റിട്ടയർമെന്റ് ലൈഫിലും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ സന്തോഷത്തിൽ നിന്ന് തന്നെ അതിന്റെ പൂർണ്ണത കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നം വരികയുള്ളൂ. നമുക്ക് കർത്താവ് ശമരസ്ത്രീയോട് പറയുന്ന വാക്യങ്ങളുണ്ടല്ലോ, ഈ വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല, പക്ഷെ ഈ വെള്ളം കുടിക്കുന്നതിന് നീ ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിലെ എല്ലാ പ്ലഷേഴ്സിനും എന്ത് സാധനം ഉണ്ടെങ്കിലും അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് തരാൻ പറ്റുന്ന സന്തോഷത്തിനും എല്ലാം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ദൈവം തരുന്ന ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്ന ആ സന്തോഷത്തിന് ഒരിക്കലും ഒരു ലിമിറ്റില്ല. അത് ഫുള്ളാണ്. അത് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണെന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യർ 5:22-23 ജോയിയെ ഒരു ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിന് കീഴടങ്ങുമോ നമ്മുടെ ജീവിതത്തിൽ അത്രയും സന്തോഷം ഉണ്ടാവും. നമുക്ക്
വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പല ലവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, സെൽഫ് കൺട്രോൾ എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജോയിയും ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എത്ര ടെസ്റ്റ് ഉണ്ടോ, എത്ര ജോയ് ഉണ്ടോ, അത്രയും തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുകയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ജോയ് ഓഫ് ദ ലോർഡ് എത്ര ഇമ്പോർട്ടന്റ് ആണ്, ദൈവവചനം എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ഈ ദൈവത്തിങ്കിലെ സന്തോഷം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഈ ജോയ് ഓഫ് ദ ലോർഡ് എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അന്ന് നമുക്ക് ചില വേദഭാഗങ്ങൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ആദ്യം സങ്കീർത്തനം 51:2-8 വരെ. സങ്കീർത്തനം 51:2-8 വരെ. ഇതിൻ്റെ അകത്ത് കാണാൻ ദാവീദിന് പറ്റിയ വലിയൊരു പാപം. ബേശബയുടെ അടുത്ത് പോയ നമുക്ക് ചരിത്രപരമായി നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിനെ കണ്ടപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അന്നുണ്ടായ ദാവീദിന്റെ ആ വിഷമം അതിൻ്റെ അകത്ത് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സന്തോഷവും ആനന്ദവും കേൾക്കുമാറാക്കണമേ. എന്താണ് സംഭവിച്ചത്? അതിന്റെ നമുക്ക് 12-ാം വാക്യത്തിൽ വരുമ്പം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താക്കണമേ. പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്ഷയുടെ സന്തോഷം അല്ലെങ്കിൽ സന്തോഷം എന്നുള്ള അനുഭവം അവന്റെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈ സങ്കീർത്തനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഈ പാപം എന്നുള്ളത് നമ്മുടെ സന്തോഷം കളയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തൊരു മെന്റൽ ട്രോമയിലൂടെയാണ് ദാവീദ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ മെന്റൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ പറയുന്നത് അവരുടെ പലതും അവരെ വിട്ടു പോകുന്നില്ല, അവരുടെ കൂടെ വരുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ആ കോൺഷ്യസ്നെസ്സും ആ മെന്റൽ ട്രോമയിൽ കൂടെയാണ് പോകുന്നത്. മാത്രമല്ല തനിക്കൊരു കഴുകൽ ആവശ്യമാണ്. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി നീ എന്നെ വെടിപ്പാക്കണമേ. അതുപോലെ ദാവീദ് ചിന്തിച്ചപ്പോൾ തന്റെ ജനനത്തെക്കുറിച്ച് വരെ ചിന്തിച്ചു. താൻ അകൃത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു. അതിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ ആ വിഷമത്തിലിരിക്കുമ്പോൾ ആ മെന്റൽ ട്രോമയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പാപം. അതുകൊണ്ട് തന്നെ പാപം എന്നുള്ളത് അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷം കളയുന്നതാണ്. അത് ദൈവത്തിങ്കിൽ നിന്നുള്ള സന്തോഷം. കാരണം ദൈവം തരുന്ന സന്തോഷത്തിന് ഒരു എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത് നമ്മൾ എടുത്തു കളയുന്ന ഒരു കാര്യമാണ് പാപം. ഇതിന് നമുക്കറിയാം, ഇതിനകത്ത് അതിനുള്ള പാപം പാപം ചെയ്യാതിരിക്കണം, വന്നുപോയാൽ അത് ഏറ്റുപറയണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ നമ്മൾ അതിനെ റെക്കൺസൈൽ ചെയ്ത് തിരിച്ചു വരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്തൊക്കെയാന്ന് പറയാൻ നമുക്ക് അതിനൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 37:35. ഉൽപ്പത്തി ജെനസിസ് 37:35. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെ അകത്ത് ചരിത്രം എല്ലാം നമുക്ക് അറിയുന്നതാണ്. ജോസഫിന്റെ മരണവാർത്ത കേട്ട
യാക്കോബിന്റെ യാക്കോബിന്റെ വിഷമത്തിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കറിയാം, നമ്മളും ജീവിതത്തിൽ സങ്കടകരമായ വാർത്തകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളജ് കിട്ടുമ്പോൾ നമുക്കും പ്രശ്നം വരാം. അത് നാച്ചുറലാണ്. പക്ഷെ ഇതേ സമയം തന്നെ ഇതിലാണ് നമ്മൾ ആ ഫോക്കസ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അവനെ ആശ്വസിപ്പിക്കാൻ വന്നു, അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ. അവന് ആ ആശ്വാസത്തെക്കാൾ കൂടുതൽ അവന്റെ ഫോക്കസ് മൊത്തം ആ തന്റെ മകൻ മരിച്ചു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ അതിലോട്ടായി പോയി ഫുൾ. അപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാം, നമ്മള് ഈ മരണമുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ അപകടങ്ങളും നിറഞ്ഞ ലോകമാണ്. നമുക്ക് ഈ ലോകത്ത് എന്തും സംഭവിക്കാം. നമ്മള് ജീവിച്ചിരിക്കാനുള്ള, പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജീവിച്ചിരിക്കാനുള്ള പ്രോബബിലിറ്റി തന്നെ വളരെ കുറവാന്നുള്ള രീതിയിൽ പറയും. നമുക്ക് ഏത് കാര്യത്തിലും അപകടം സംഭവിക്കാം. അങ്ങനെ ഒരു അപകടകരമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സങ്കടകരമായ വാർത്തകൾ വരാം, സങ്കടകരമായ കാര്യങ്ങൾ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതിന് നമ്മൾ ആശ്വാസം കൊള്ളാതെ ദൈവിക സന്തോഷത്തെക്കാളും കൂടുതൽ, ദൈവം തരുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന സന്തോഷത്തെക്കാളും കൂടുതൽ നമ്മൾ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, നമുക്ക് വരുന്ന പ്രശ്നങ്ങളിലാണ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ വിഷമത്തിലാണ് ഫോക്കസ് കൂടുതൽ ചെയ്യുന്നെങ്കിൽ, നമ്മൾ പിന്നെയും കരഞ്ഞുകൊണ്ട് പോകും. മാത്രമല്ല, ഹോപ്പ്ലെസ്നെസ്സിന്റെ വാക്കുകൾ, ഒരു പ്രത്യാശയില്ലാത്ത വാക്കുകൾ യാക്കോബിന്റെ വായിൽ നിന്ന് വന്നു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആ സങ്കടത്തിൽ തന്നെ ആയിരിക്കേണ്ട അവസ്ഥ വരും. അപ്പം ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സന്തോഷത്തിൽ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദൈവം തരുന്ന സന്തോഷത്തിലാണ്. അതിന് ഏറ്റവും നല്ലൊരു കാര്യം പ്രത്യാശ എന്നുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാം പ്രത്യാശ ഉള്ളവരാണ്, നമ്മൾ പ്രത്യാശ എന്ന് വാക്ക് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം വെളിപ്പാട് 21:4-5 ഒന്ന് വായിക്കാം. വളരെ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വായിക്കുന്ന ഒരു വാക്യാണ്. വെളിപ്പാട് 21:4-5. അവൻ ഒരു ബെറ്റർ വേൾഡ്, ഇനി വരാൻ പോകുന്ന ഒരു നല്ല ലോകത്തെക്കുറിച്ചുള്ള ഒരു പിക്ചറാണ് ദൈവവചനം തരുന്നത്. കരച്ചിലും ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്ന മരണമില്ലാത്ത നാട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പേടി മരണമാണല്ലോ. അപ്പം മരണമില്ലാത്തൊരു നാട് വരുന്നു. അപ്പം നമുക്ക് ഇപ്പൊ ഒരു വിശ്വാസി മരിച്ചാൽ തന്നെ ഏറ്റവും സംഭവിക്കാൻ പോകുന്ന മരണമാണ്. ആ മരണത്തിൽ തന്നെ മരിച്ചാൽ തന്നെ സംഭവിക്കാൻ പോകുന്നത്, അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കാണും. അപ്പം ദുഃഖം, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ദുഃഖം വരും. മരണം വരുമ്പോൾ ആരായാലും അവരെ പിന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമവും, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ വിഷമങ്ങളെല്ലാം വരാം. പക്ഷെ അതിൽ തന്നെ ഡെൽറ്റ് ചെയ്ത്, അതിൽ തന്നെ വസിക്കാതെ നമുക്കുള്ള പ്രത്യാശയിൽ നമുക്ക് എന്താണ്, റോമൻസ് 8:12 ഒരു വാക്യമുണ്ട്. അതിന്റെ 12:12 ആശയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുണ്ടാവുന്ന ഹോപ്പ് അതെന്താണോ അതിൽ സന്തോഷിക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹോപ്പാണ് ഇനി ഒരു ലോകം വരുന്നുണ്ട്. മാത്രമല്ല, നമ്മള് കർത്താവിന്റെ കൂടെ ചേരാൻ പോവുകയാണ്. അന്ന് ഇതെല്ലാം മാറുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ വിശ്വാസികളെയും കാണുന്ന ഒരു സമയം വരും. അതിൽ ഒത്തിരി നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്നെങ്കിൽ, നമുക്ക് ഇങ്ങനെയുള്ള വലിയ ദുഃഖത്തിന്റെ വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് വിജയം കൊയ്യാൻ പറ്റും. മാത്രമല്ല, ദൈവത്തിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് കമ്പാരിസൺ ആണ്. ഒരു സേയിങ് ഉണ്ട്, കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ്. ഈ താരതമ്യം ഈ സന്തോഷത്തെ എടുത്തു കളയുന്നതാണ് എന്നുള്ളതാണ് അത് പറയുന്നത്. അതിന് ഏറ്റവും നമുക്ക് തുടക്കത്തിലെ ഒരു വാക്യമുണ്ട്, ഉൽപ്പത്തി 4:4-6 വരെ. ഉൽപ്പത്തി 4:6 മുതൽ, അത് ഞാൻ പെട്ടെന്ന് പറയാം. അത് കയ്യിനും ഹാബേലുമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ഭൂമിയിൽ നടന്ന സംഭവമാണ്. ആദ്യത്തെ കൊലപാതകവും ഉണ്ടായത് അവിടെയാണ്. ഒരാളുടെ യാഗം ദൈവം പ്രസാദിച്ചു, പക്ഷെ മറ്റൊരാളുടെ യാഗം ദൈവം പ്രസാദിച്ചില്ല. ഇങ്ങനെ വന്നപ്പം മറ്റേ ആൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്തുകൊണ്ട് പ്രസാദിച്ചില്ലെന്ന് കരുതി അത് റെക്ടിഫൈ ചെയ്ത് പോവാം.
പക്ഷെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖം വാടി, അവന്റെ സന്തോഷമില്ലായ്മ വന്നപ്പോൾ പിന്നെ അവനോട് പകയായി. മാത്രമല്ല, ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ കൊലപാതകം അതായി മാറി. അതൊരു വലിയ പാവമായി. മാത്രമല്ല, ഭൂമിയിലെ ഒരു പാപത്തിന്റെ ഒരു ജനറേഷൻ തന്നെ, ഒരു ജനറേഷൻ ഓഫ് സിന്നും ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ജനറേഷൻ തന്നെ വന്നു കെയിനിൽ നിന്ന്. അപ്പം ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കുള്ള ദൈവം എന്താണോ തന്നിരിക്കുന്നത്, തിമോത്തിയിൽ പറയുന്ന പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. നമുക്ക് ആഹാരമുണ്ട്, ഉടുക്കുവാൻ തുണിയുണ്ട്, അങ്ങനെയുള്ള അതും പാർക്കുവാൻ വീടുണ്ട്, അങ്ങനെയുള്ള നെസസറി ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ നിന്നില്ലെങ്കിൽ, നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യാതെ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അത് ആദ്യ കാലത്ത് സംഭവിച്ചത് കൊലപാതകമാണെങ്കിൽ അതുപോലുള്ള പാപങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരാനും സമാധാനമില്ലായ്മ അനുഭവിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ വേറൊന്നാണ് ബിസിനസ്, തിരക്ക് പിടിച്ചുള്ള ജീവിതം വരുമ്പോൾ കാരണം നമ്മുടെ സന്തോഷം പോവാം. നാലാമതായിട്ട് അതിന് ലൂക്കോസ് 11:38 മുതൽ 42 വരെ. ലൂക്കോസ് 18:38 മുതൽ 42 വരെ. മുത്താഴത്തിനു മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് 11:38 അല്ലേ? 18:38 മുതൽ 42 വരെ. മുത്താഴത്തിനു മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവനോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറമുണ്ടാക്കിയവൻ അല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ഭിക്ഷയായി കൊടുക്കുവിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് പറയുന്ന അവരോട് കർത്താവ് സംസാരിക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ ബിസിനസ്സിനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിലെ എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ, നമ്മളെല്ലാം പുറമേ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. പുറമെ എന്തൊക്കെയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തൊക്കെയാണോ അതിൽ ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം പറ്റുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരെങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റുമോ അതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ അതിൽ ആകൃഷ്ടരായി, മാത്രമല്ല പരീക്ഷന്മാരെ പോലും ശാസ്ത്രിമാരെ പോലുള്ള പല ജീവിതമുണ്ട്, അവർ നോക്കുന്ന പുറമേ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ സമാധാനം വരില്ല. അതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള ജീവിതത്തിന്റെ ഫോക്കസും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബിസിനസ്സുമായിട്ട് മത്തായി 6:33 അത് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമുണ്ട്, അത് ഞാൻ വായിക്കാം. ബട്ട് സീക്ക് ദ ഫസ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാർത്തയും മറിയയുടെയും ജീവിതത്തിലാണ്. അവിടെ സംഭവിച്ചത്, നമ്മൾ കുറച്ചുകൂടെ ബൈബിള് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് വായിക്കുകയാണെങ്കിൽ, മാർത്തയാണ് അങ്ങോട്ടുള്ള ഇനിഷ്യേറ്റീവ് പോയി കർത്താവിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുന്നത്, മറിയയല്ല. മാർത്തയുടെ ഇനിഷ്യേറ്റീവിലാണ്, പ്രത്യേകം പറയുന്നുണ്ട് മാർത്ത ചെന്ന് വിളിച്ചു എന്നുള്ളത്. അപ്പം മാർത്ത ചെന്ന് വിളിച്ചുകൊണ്ടാണ് കർത്താവിനെ വന്നത്. അപ്പം പക്ഷേ പുള്ളിക്കാരിയുടെ ഫോക്കസ് എല്ലാം പോയി കർത്താവിനെ സ്വീകരിക്കുന്നതിലും മറ്റു കാര്യങ്ങളും മറ്റേ വിരുന്നിനുള്ള കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ മൊത്തം പോയത്. അപ്പൊ സംഭവിച്ചത്, ദൈവത്തിന്റെ വചനം കേട്ട് അതിൽ നിന്ന് സന്തോഷം ഉള്ള ഒരു ഹൃദയം കിട്ടാൻ വേണ്ടി ശ്രമിച്ചില്ല. അത് കാരണം അവളുടെ ഹൃദയം കലങ്ങിപ്പോയെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതും ശ്രദ്ധിക്കാം. അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്നുണ്ട്, ഒന്ന് നോക്കിയാലും മതി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നമ്മുടെ ലൈഫിന് എന്താണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ഒരു വേദഭാഗം പെട്ടെന്ന് വായിച്ച് അതിന്റെ ഒരു അനാലിസിസ് പോലെ ചെയ്യാം. അതിന് ഫസ്റ്റ് ക്രോണിക്കൽസ് 29:1-22. ഫസ്റ്റ് ക്രോണിക്കൽസ് 29 അതിന്റെ 1 മുതൽ 5 വരെ ഒന്ന് വായിക്കാം. ഫസ്റ്റ് ക്രോണിക്കൽസ് 29:1-22. 1 ദിനവൃത്താന്തം 29 1 മുതൽ 22 വരെ. 1 മുതൽ 5 വരെ ഒന്ന് വായിക്കാം. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ.
പ്രവൃത്തി വലിയതും ആകുന്നു. മന്ദിരം മനുഷ്യനല്ല, യഹോവയായ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും, മരം കൊണ്ടുള്ളവയ്ക്ക് മരവും, ഗോമേതകക്കല്ലും പതിക്കാനുള്ള കല്ലും, ഖചിത പ്രവൃത്തിക്കുള്ള കല്ലും, നാനാവർണ്ണമുള്ള കല്ലും, വിലയേറിയ സകലവിധ രത്നവും, അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ആലയഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളികൊണ്ട് വേണ്ടത് വെള്ളികൊണ്ടും പൊതിയുവാനും കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായി ഓഫീർ പൊന്നായി 3000 താലന്ത് പൊന്നും 7000 താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും തന്നെ. എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവൻ ആര്? ഇതിൻ്റെ അകത്ത് 1 മുതൽ 4 വരെ ദാവീദ് എന്തൊക്കെ ദേവാലയത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അത് ആദ്യമേ അതിനു വേണ്ടി തന്നെ മാറ്റിവെച്ച കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ദാവീദിന്റെ പേഴ്സണലായിട്ടുള്ള സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വെച്ചിരുന്ന കാര്യങ്ങളും അത് മാറ്റിവെച്ചു. 5 വരുമ്പോൾ ദാവീദ് മറ്റ് ജനങ്ങളോട്, മറ്റ് കോമൺ പീപ്പിളിനോട് പറയുന്ന കാര്യമാണ്, എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂർണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവൻ ആർ? Who then will offer willingly, consecrating himself today to the Lord? ദൈവത്തിന് ആര് കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ ജനങ്ങളും സ്വന്തം ഇനിഷ്യേറ്റീവില്, സ്വന്തം വിൽഫുള്ളി കൊടുക്കുന്നതായിട്ട് കാണാം. അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. ഇതിന്റെ ആദ്യം തുടക്കം കാണുന്നത് ദാവീദ് ദൈവത്തിന്റെ മന്ദിരത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരത്തിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അത് മറ്റ് ജനങ്ങളെ ആകർഷിച്ചു, അവരും കൊടുക്കാൻ തുടങ്ങി. ഈ ദൈവത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ജനങ്ങൾക്ക് സന്തോഷമായി, അവർ വിൽഫുള്ളി അത് ചെയ്തതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യമുണ്ട്. അതുമാത്രമല്ല, അത് ദാവീദിനും അതൊരു സന്തോഷത്തിന് കാരണമായി മാറി, അവരൊരു സന്തോഷത്തിന്റെ അവസ്ഥയിലോട്ട് മാറി. അപ്പം നമുക്കും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വസ്തുവകൾ മാത്രമല്ല, നമ്മുടെ സമയവും നമുക്കുള്ള എല്ലാ റിസോഴ്സസും, നമ്മുടെ ചിന്താ സ്പേസും, നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതും നമുക്ക് മൈൻഡിന്റെ സ്പേസും എല്ലാം നമുക്ക് ദൈവത്തിനായിട്ട് എത്രയും കൊടുക്കുന്നോ അതും നമുക്ക് സന്തോഷത്തിനുള്ള കാരണമായിട്ട് മാറും. അതുമല്ല, അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതിന് പ്രേരിപ്പിക്കും, അവരും സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ പ്രേരിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് 10 തൊട്ട് നമുക്ക് കാണാം. അതിൻ്റെ പറയുന്നത്, പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകം, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ. ഇതിന്റെ 29-ന്റെ 1 മുതൽ 4 വരെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണാം, എന്റെ ദൈവത്തിന്റെ ആലയം. പിന്നെ അതിന്റെ 3-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, എന്റെ ദൈവത്തിന്റെ ആലയത്തോട്. അവിടെ എന്റെ എന്നുള്ളത് മാറി അവർ സന്തോഷത്തിന്റെ അവസ്ഥ, ദൈവമക്കളുടെ ഇടയിൽ ഒരേവരെ സന്തോഷമുള്ളവരായിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവരുടെ ദൈവത്തിന്റെ എൻ്റെ അകത്തെ വാക്യം മാറിയും, പിന്നെ ദാവീദ് സർവ്വസഭയും 10-ാമത്തെ വാക്യം, പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അടുത്തും പിന്നെയും പറയുമ്പോഴെല്ലാം പറയുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള. അങ്ങനെ ആദ്യം ദാവീദ് ദൈവത്തിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ ദൈവത്തിന് സ്വന്തമായിട്ട് കോൺസിക്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് വെക്കുക, അത് നമ്മുടെ എന്തും ആകട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ജനങ്ങളെ ആകർഷിച്ചു. ജനങ്ങളെ ആകർഷിച്ചു മാത്രമല്ല, അത് അവിടെ സന്തോഷമുണ്ടായി. ഈ സന്തോഷത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ നമ്മൾ അതിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ഡീപ്പറായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആകയാൽ ഞങ്ങൾ അതിന്റെ 12-ാം വാക്യം, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തിയിരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. വളരെ ദൈവത്തെ വളരെ സ്തുതിക്കുന്ന ഒരു അവസ്ഥയിലോട്ട്. അപ്പം സന്തോഷമുള്ള ഒരു ഹൃദയം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അത് കഴിയുമ്പം അതിന്റെ 14 അത് കഴിഞ്ഞിട്ട് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ 29-ന്റെ 15-ഉം 16
15-16 ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരു ആലയം പണിയുവാൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഈ സംഗ്രഹങ്ങളെല്ലാം നിന്റെ കയ്യിൽ ഉള്ളത് സകലവും നിനക്കായി ഉള്ളതാകുന്നു. ആ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് തന്നെത്താനെ താഴ്ത്താൻ തുടങ്ങി. നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രൈഡാണ്. മനുഷ്യന് പ്രൈഡാണ്. അത് ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മള് ഒന്ന് സന്തോഷമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. നമ്മൾ എത്രയോ ദൈവത്തെ സ്തുതിക്കുമോ നമുക്ക് പിന്നെ സംഭവിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തുവാനും നമ്മുടെ അവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാനും ദൈവം അതിനുള്ള സാഹചര്യം തരും. അന്നെ 15-16 വാക്യങ്ങളിൽ അത് കഴിഞ്ഞ് പിന്നെ അത് സർവ്വസഭയോടും ദാവീദ് പറയുന്നുണ്ട് 20-ാം വാക്യത്തില്. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയ്ക്ക് രാജാവിനെ വണങ്ങി നമസ്കരിച്ചു. അപ്പം തന്നെത്താനെ താഴ്ത്തിയപ്പോൾ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാനുള്ള അവസ്ഥ ഉണ്ടായി. അത് അവസാനത്തെ 22-ാം വാക്യത്തിൽ പറയുന്നത് അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു പോന്നു. നമുക്കറിയാം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവരുടെ വെറും സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം വളരെ അധികമായി. ഇതാണ് ഒരു ജോയിയുടെ പ്രത്യേകത. അത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കില്ല. നമ്മള് കൂടുതൽ ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുകയും മാത്രമല്ല നമുക്ക് തരുന്ന വസ്തുവകളെല്ലാം ദൈവത്തിൻ്റെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെല്ലാം നമുക്ക് സന്തോഷമുള്ള ഒരു ഹൃദയം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് അവസാനമായിട്ട് നെഹമ്യ 8:12 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നെഹമ്യാവ് 8:12. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് പറയുന്നത് തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായത് കൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് എസ്ര പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നെഹമ്യാവും ലേവ്യരും എല്ലാം പറഞ്ഞ കാര്യം അവര് ബോധ്യമായി, ഇംഗ്ലീഷിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്നാണ്. അണ്ടർസ്റ്റാൻഡിങ്, നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ വചനം എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ അടുത്തതിൽ പറയുന്നുണ്ട് ബോധ്യമായത് കൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അത് ബോധ്യമായ ലെവലിൽ മാത്രമല്ല, അവിടെ ഒരു ആക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പക്ഷെ അതിൽ നിന്ന് പ്രവൃത്തിയും വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും വന്നപ്പോഴാണ് അവർ അത്യന്തം സന്തോഷിക്കും. ഇവിടെയും സന്തോഷത്തെ കുറിച്ച് പറഞ്ഞു, അവരുടെ സന്തോഷം അത്യന്തമായി. അത് ഇംഗ്ലീഷ് വായിക്കുന്ന ആൻഡ് ഓൾ ദ പീപ്പിൾ വെൻ ദെയർ വേ ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് ടു സെൻഡ് പോർഷൻസ് ആൻഡ് ടു മേക്ക് ഗ്രേറ്റ് റിജോയ്സിംഗ് ബിക്കോസ് ദേ ഹാഡ് അണ്ടർസ്റ്റുഡ് ദ വേർഡ് ദാറ്റ് ദേ വർ ഡിക്ലെയർ ടു ദം. അവരോട് പറഞ്ഞ വചനം എന്താണ് അവർ പറഞ്ഞത്, ദൈവവചനത്തെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ളത് അവർ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അതിലേക്ക് ബോധ്യമാക്കി അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അത് അവരുടെ ജീവിതത്തിൽ അവർ അതിൽ നിന്ന് ആക്ഷനും വന്നു. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ 10-ാം വാക്യത്തിൽ വേറെ കാര്യം അതിന് മുമ്പ് പറയുന്നുണ്ട്. അനന്തരം അവൻ അവരോട് നിങ്ങൾ ചെന്ന് മിഷ്ടാജഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. അവരോട് മാത്രം സന്തോഷിപ്പിക്കാനല്ല പറയുന്നത്, സന്തോഷിക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്കും നിങ്ങളുടെയൊക്കെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കൂടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതും അവർ 12-ാം വാക്യത്തിൽ വരുമ്പം അതും അവർ ചെയ്തു. അവർ ജസ്റ്റ് ആ വചനം മനസ്സിലാക്കുകയല്ല, അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു, അവരത് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നു. അതുപോലെ നമുക്കും ഈ സന്തോഷം എന്നുള്ളത് ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ജീവിതത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് വേണമെങ്കിൽ സങ്കടമായിട്ടിരിക്കാം, ചിലരാണ് ഗ്ലൂമി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഡിസിഷനാണ് ജോയ്ഫുൾ ആയിട്ടിരിക്കുന്നത്. അതുപോലെ അത് എന്താണ് അത് എങ്ങനെ ബാധിക്കാന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാം. ഒന്ന് പാപം, അതുപോലെ തന്നെ നമ്മളെ ദുഃഖവാർത്തയിൽ നമ്മൾ കൂടുതൽ അതിനെ കൂടുതലായിട്ട് നമ്മൾ മനസ്സിൽ താലോലിക്കുക, അല്ലെങ്കിൽ അതിനെ ദൈവത്തിന്റെ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക, അതുപോലെ ബിസിനസ്, നമുക്ക് വരുന്ന തിരക്കുകൾ, അങ്ങനെയുള്ള എല്ലാം നിന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനും നമുക്ക് സൂക്ഷ്മമായി ജീവിച്ച് മുന്നോട്ട് പോകാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.